അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങളുടെ കൈകളിലുള്ള ഈ പുസ്തകം നിങ്ങളുടെ ചങ്ങാതിയാണ്. റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കുന്ന കൂട്ടുകാരൻ. അതുകൊണ്ട് ഈ പുസ്തകത്തെ ചങ്ങാതിയായി സ്വീകരിക്കാൻ നിങ്ങൾ ഒരുക്കമല്ലേ? ഇൻഷാ അല്ലാ. എങ്കിൽ നമുക്ക് നമ്മുടെ പഠനം ആരംഭിക്കാം. ഇതൊരു യാത്രയാണ്. പരിശുദ്ധ റമദാൻ മുഴുവൻ നീണ്ടു നിൽക്കുന്ന നന്മയുടെ യാത്ര. ഒരുപാട് നന്മകൾ ഈ റമദാനിൽ നമുക്ക് നേടണം. റമദാനിനെ ഉപയോഗപ്പെടുത്തുന്നവർ, നോമ്പുകാർ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്കെത്തും. അള്ളാഹു നമുക്കെല്ലാം ആ സ്വർഗീയ കവാടത്തിലൂടെ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിലെത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഓരോ പേജിലും നിങ്ങൾക്ക് റമദാനിൻ്റെ ദിവസങ്ങളിൽ ചെയ്യാനുള്ള അമലുകൾ, പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താനുള്ള, അതിന് നിറം കൊടുക്കാനുള്ള വർക്കുകളുണ്ട്. അത് പ്രത്യേകം ഓരോ ദിവസവും നമ്മൾ ചെയ്തു പോകണം. റമദാനിൽ നോമ്പ് നമുക്കറിയാം, പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള മുതിർന്ന ആളുകൾക്ക്, അവർ യാത്രയിലോ മറ്റോ ആണ് എങ്കിൽ ഇളവുകളുണ്ട്. അല്ലാത്തവർക്കെല്ലാം റമദാനിൽ നോമ്പ് നിർബന്ധമാണ്. കുട്ടികളാണ് എങ്കിൽ നിർബന്ധമില്ല, എങ്കിലും നമ്മൾ നോമ്പ് നോൽക്കാൻ പരിശ്രമിക്കണം. അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും. ഇപ്പോൾ റമദാനിൽ നോമ്പ് നോൽക്കുകയാണെങ്കിൽ ആ നോമ്പിൻ്റെ നിറം കൊടുക്കാനുള്ള ഭാഗത്ത് അവിടെ നമ്മൾ നിറം നൽകണം. അല്ല, ഒരു ദിവസം നമുക്ക് ക്ഷീണമുണ്ട്, നോമ്പ് നോൽക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ നമ്മൾ അന്ന് നോമ്പ് നോറ്റിട്ടില്ല എന്ന് അടയാളപ്പെടുത്തുന്നതിൽ നമുക്ക് സങ്കടം തോന്നേണ്ടതില്ല. കാരണം പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു അമല് ചെയ്യാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നില്ലല്ലോ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് എല്ലാ ദിവസത്തിലും നോമ്പ് നോൽക്കാൻ. പക്ഷേ കുട്ടികളാണ്, ചിലപ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാകും, മറ്റു പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ നമുക്കതിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ 5 വക്ത് നമസ്കാരം, അത് ഓരോ ദിവസവും 5 നേരം നമ്മൾ നിർവഹിക്കണം. സമയബന്ധിതമായി ലുഹറിൻ്റെ സമയത്ത്, സുബഹിയുടെ സമയത്ത്, അങ്ങനെ നമ്മുടെ ഉപ്പയൊക്കെ നമസ്കരിക്കുന്ന സമയം നമുക്കറിയാലോ. ആ സമയം നോക്കി നമ്മൾ നമസ്കാരത്തിൽ പങ്കെടുക്കണം. പരമാവധി പള്ളിയിൽ തന്നെ നമസ്കരിക്കാൻ, ഉപ്പയുടെ കൂടെ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ 5 നേരവും നമ്മൾ നമസ്കാരം നിർവഹിച്ചാൽ അവിടെ 5 കള്ളിയിലും നിറം നൽകണം. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ അത് നിർവഹിച്ചു കഴിഞ്ഞാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥന നിർവഹിച്ചു എന്ന സ്ഥലത്ത് നാം നിറം നൽകണം. ഖുർആൻ പാരായണം നാം അടയാളപ്പെടുത്തണം. നമ്മൾ മിടുക്കന്മാരാകാൻ വേണ്ടി കളവ് പറയരുത്. ചില ആളുകൾ ചെയ്തിട്ടുണ്ടാവില്ല, എങ്കിലും ഇത് ഇട്ടാലാണല്ലോ എനിക്ക് മാർക്ക് കിട്ടുക എന്ന് കരുതി നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും സത്യസന്ധന്മാരായിരിക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹു രാത്രി വേഷം മാറി തൻ്റെ പ്രജകളുടെ അവസ്ഥ അറിയുന്നതിന് വേണ്ടി നടന്നു പോവുകയാണ്. ആ സമയത്തൊരു ഉമ്മ മകളോട് പറയാണ്, മകളെ, പാലിൽ മോള് വെള്ളം ചേർക്ക്. അല്ലേ, പാലിൽ വെള്ളം ചേർത്താൽ കൂടുതൽ പാലുണ്ടാകും, അപ്പോൾ കൂടുതൽ കച്ചവടം ചെയ്യാം, കൂടുതൽ പണം കിട്ടും. പക്ഷേ ആളുകളെ പറ്റിക്കലാണ്. ആളുകൾ ഇത് വെള്ളം ചേർത്ത പാലാണെങ്കിൽ അവർ വാങ്ങുമോ? ഇല്ലല്ലോ. ആളുകൾക്കിഷ്ടം നല്ല പാല് കിട്ടുക എന്നതാണ് അവരാഗ്രഹിക്കുന്നത്. പക്ഷെ ഉമ്മ പറയാണ്, മോളെ, പാലിൽ വെള്ളം ചേർക്കണം. ആ മോളുടെ മറുപടി അല്ലാഹു തആല അൻഹുവിൻ്റെ അഥവാ ഖലീഫയുടെ കൽപ്പനയുണ്ടല്ലോ, പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന്. ഉമ്മ പറയാണ്, അതിന് ഉമർ കാണുന്നില്ലല്ലോ, ഉമർ ഇവിടെ ഇല്ലല്ലോ. ആ പെൺകുട്ടി തിരിച്ചു ഉമ്മയോട് ചോദിക്കാണ്, ഉമ്മ, ഉമർ കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നില്ലേ? അള്ളാഹു കാണുന്നില്ലേ? അപ്പോൾ ഈ സംഘാടകരാരും നമ്മൾ അടയാളപ്പെടുത്തുന്നത് നോക്കിക്കൊള്ളണമെന്നില്ല. മാതാപിതാക്കൾക്കും തന്നെ ചിലപ്പോൾ നമ്മൾ നോമ്പ് മുറിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നത് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. രാവിലെ നമ്മൾ പ്രഭാതത്തിലെ പ്രാർത്ഥന പ്രാർത്ഥിച്ചോ ഇല്ലേ എന്ന് അള്ളാഹുവിനറിയാം. അവനെ വഞ്ചിക്കാൻ, അള്ളാഹുവിനെ പറ്റിക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് സത്യസന്ധമായി നമ്മൾ രേഖപ്പെടുത്തുക. ഓരോ ദിവസത്തിലെയും ക്ലാസ്സുകൾ സമയബന്ധിതമായി, കൃത്യമായി. നാളെ ഇനി രണ്ടും കൂടെ കേൾക്കാമെന്ന് കരുതിയാൽ അതിങ്ങനെ നീട്ടി അവസാനം ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും.
അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഓരോ ദിവസത്തിലും നമ്മൾ രാവിലെ ഒരു സമയം നിശ്ചയിച്ച് ആ സമയം 7 മണിയാണെങ്കിൽ 7 മണി ഞാൻ ക്ലാസ് കേൾക്കുന്ന, ഞാൻ പഠിക്കുന്ന സമയമാണ്. അങ്ങനെ ക്ലാസ് കേട്ട് നോട്ട് ചെയ്ത് പഠിക്കുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പം നമുക്ക് ഈ ക്ലാസ് കേൾക്കാൻ, റമദാൻ ചങ്ങാതിയെ കേൾക്കാൻ ഒരു സമയം നമുക്കുണ്ടാകണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൊച്ചനുജനുണ്ടാകും, അനിയത്തി ഉണ്ടാകും, താത്തയുണ്ടാകും. എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് കേൾക്കുക. അതോടൊപ്പം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ ഉപ്പ അവർക്ക് അറിയുന്നത് തന്നെയാകും. എന്നാലും നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു നന്മ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അങ്ങനെ ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ റമദാൻ ചങ്ങാതിയെ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.